ആലപ്പുഴ തുറവൂരിൽ മകൻ കുഴിച്ചുമൂടിയ അമ്മയുടെ മൃതദേഹം പുറത്തെടുത്തു. തുറവൂർ മാനക്കുടം സ്വദേശി രാധയുടെ മൃതദേഹമാണ് പുറത്തെടുത്തത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി ഉടൻ മൃതദേഹം എത്തിക്കും. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? അമ്മ മരിച്ചതിനെ തുടർന്ന് മകൻ ഇങ്ങനെ ചെയ്തതാണോ? മറ്റാരും അറിയാതെയാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാമലി, ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം മകൻ ഗിരീഷ്, 44 വയസ്സാണ് അദ്ദേഹം ഈ അമ്മയുടെ മൃതദേഹം അടുക്കളയിൽ കുഴിച്ചിടുകയായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഫ്രെയിമിൽ കാണുന്ന ആ ഒരു വീട്, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആ ഒരു താമസയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ വല്ലാതെ ജീർണിച്ച് കിടക്കുന്ന ഒരു വീടിനുള്ളിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ മകൻ ഗിരീഷും അമ്മയും ഈ വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. പ്രത്യേകിച്ചും ഗിരീഷിൻ്റെ ഭാര്യയും മക്കളും ഇദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞ് മറ്റൊരിടത്തായാണ് താമസിക്കുന്നത്. ഏതായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാർ ഇത് അറിഞ്ഞപ്പോൾ ഗിരീഷിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഗിരീഷ് പറഞ്ഞത് താൻ യാതൊരു തരത്തിലും അമ്മയെ അപായപ്പെടുത്തിയിട്ടില്ല. അമ്മ മരിക്കുകയായിരുന്നു. അമ്മ മരിച്ചപ്പോൾ താൻ പുറത്തു പോയി അമ്മയ്ക്ക് ചായ വാങ്ങി തിരിച്ചു വന്നപ്പോഴാണ് അമ്മ കട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അങ്ങനെ കണ്ടപ്പോൾ പിന്നീട് അമ്മയെ കുഴിച്ചിടുകയായിരുന്നു. ഈ കുഴിച്ചുവിടുന്നതിന് മുൻപായിട്ട് ഭാര്യയുടെ വീട്ടിൽ ചെന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുവരികയും മക്കളെയോട് പറഞ്ഞു വല്യമ്മ മരിച്ചു എന്ന് പറയുകയും മക്കളുടെ കൂടി സഹായത്തോടെയാണ് കുഴി എടുത്തതെന്നും അമ്മയെ അതിനേക്ക് കുഴിയിലിരുത്തിയതെന്നുമാണ് ഇപ്പോൾ ഗിരീഷിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും നാട്ടുകാരടക്കം ഇതിൽ വലിയ ദുരൂഹതയും സംശയവും ആക്ഷേപവും ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരാതി കൊടുക്കുകയും പോലീസ് എത്തുകയും വിവരങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഗിരീഷിൻ്റെ ഭാര്യയോട് അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് ഗിരീഷിന് മദ്യപാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിലും അമ്മയുമായി വലിയ സ്നേഹത്തിലായിരുന്നു. അമ്മയെ അപായപ്പെടുത്തുവാനുള്ള ഒരു സാധ്യതയും താൻ കാണുന്നില്ല എന്നാണ് ഗിരീഷിൻ്റെ ഭാര്യ അടക്കം നമ്മളോട് അല്പസമയം മുൻപ് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും രാധയുടെ, അതായത് 74 വയസ്സുള്ള രാധയുടെ മൃതദേഹം കുഴിയിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. കുഴിയിൽ ചെരിച്ച് കിടത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങുകയാണ്. ശ്യാമിലി. ശരി, അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.